മാർക്കോ ഇന്നലെയാണ് കണ്ടത്. ഇന്ന് റിവ്യൂ ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇത്ര നേരം വൈകി റിവ്യൂ ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫാമിലിയായിട്ടാണ് പടം കണ്ടത്. ഫാമിലിയായിട്ട് പടം കാണുന്ന കാരണമാണ് എനിക്ക് ഒറ്റയ്ക്ക് പോയി കാണാൻ പറ്റാത്തത്, പിന്നെ ടിക്കറ്റ് കിട്ടാത്തതും. അതുകൊണ്ടാണ് ഇത്ര ദിവസം ലേറ്റ് ആയത്. പടത്തിനെ കുറിച്ച് ഇപ്പം ഞാൻ റിവ്യൂ ചെയ്തിട്ട് ഇപ്പോൾ പോയി കാണുന്ന അങ്ങനത്തെ ഒരു ഇതിൽ ചെയ്തിട്ട് കാര്യമില്ലെന്ന് എനിക്കറിയാം. കാരണം പടത്തിന് നല്ല ഹൈപ്പാണ്. പടം ആരും നെഗറ്റീവ് പറഞ്ഞിട്ടില്ല. അപ്പം എന്തായാലും എല്ലാവരും പോയി കാണും. പക്ഷേ എൻ്റെ ഒപ്പീനിയനാണ് ഞാൻ ഈ സിനിമയെ കുറിച്ച് പറയാനുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ ഡയറക്ടർ, അതേപോലെ ഉണ്ണി മൂന്തൻ, ഇതിൻ്റെ പ്രൊഡ്യൂസർ, ഇതിൻ്റെ ക്രൂ മെമ്പേഴ്സ് എല്ലാവരോടും ഒരു നന്ദി പറയാണ്. കാരണം കുറേ കൊല്ലങ്ങളായിട്ട് പ്രതീക്ഷിക്കണതാണ് ഇങ്ങനെ ഒരു ഫൈറ്റ് സിനിമ ഇറങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ. അതിപ്പോൾ ഈ 2024 അവസാനത്തോട് കൂടിയിട്ടാണ് ഇത് സംഭവിച്ചത് എന്ന് മാത്രം. പക്ഷെ ഭയങ്കര സന്തോഷം. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഇതിനേക്കാൾ അക്രമമായിട്ടുള്ള സിനിമകൾ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം മലയാള സിനിമയിലെ എല്ലാവർക്കും എല്ലാം ചെയ്യാനായിട്ട് പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്യാനുള്ളൊരു ധൈര്യം എല്ലാവരും കാണിക്കാറില്ല. അതിപ്പോൾ ആ നടനും അതിൻ്റെ പ്രൊഡ്യൂസറും ഡയറക്ടറും അതിൻ്റെ എല്ലാവരും ആ ധൈര്യം കാണിച്ചത് കൊണ്ടാണ് ഈ സിനിമ ഇങ്ങനെ ഇറങ്ങിയത്. ഇതേപോലെ എല്ലാ ജോണറും ധൈര്യത്തോടെ ചെയ്ത് മുമ്പോട്ട് കൊണ്ടുവരണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പടത്തിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇപ്പോൾ ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ണിമൂന്തൻ്റെ സ്വാഗാണ്. എന്ന് വെച്ചാൽ ഫസ്റ്റ് ഹാഫിൽ ഉണ്ണിമൂന്തൻ എന്താണ് ഏതാണെന്ന് കാണിക്കണ ഒരു രീതിയിലാണ് പോണത്. ഉണ്ണിമൂന്തൻ്റെ കുടുംബം ഉണ്ടാവണ കുറച്ച് കാര്യങ്ങൾ, ലൈഫിൽ ഉണ്ടാവണ കുറച്ച് കാര്യം, ഫാമിലി കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പോണത്. ഫസ്റ്റ് ഹാഫിൽ ചെറിയ ചെറിയ ഫൈറ്റുകളുള്ളൂ. ഫസ്റ്റ് ഹാഫിൽ ഇൻട്രോ, ഉണ്ണിമൂന്തൻ്റെ ഇൻട്രോ മുട്ടണ്ട പൊളിച്ചുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലുക്ക് വൈസ് ആള് വേറെ ലെവലായിട്ടുണ്ട്. എല്ലാം കൊണ്ട് ആളുണ്ട്, എല്ലാം കൊണ്ട് ഫൈറ്റ് കൊണ്ട്, ലുക്ക് കൊണ്ട്, സൈസ് കൊണ്ടും. ഇനിയിപ്പോൾ പറയാനായിട്ടൊന്നുമില്ല. മൊത്തത്തിൽ ഓൾറൗണ്ടായിട്ട് ഷാർഡായി കിട്ടിയില്ല ഈ പടത്തോട് കൂടിയിട്ട്. ഇനി ഉണ്ണിമൂന്തൻ്റെ സിനിമകളൊക്കെ വേറെ ലെവലായിരിക്കും, അത് 100% ഉറപ്പാണ്. കാരണം ഇനി താഴില്ല, ആളെ തട്ടിനി താഴില്ല. അത്രയും അടിപൊളിയായിട്ട് ഈ പടത്തിൽ പെർഫോം ചെയ്തിട്ടുണ്ടാവില്ല. നല്ല രീതിയിൽ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതിൻ്റെ എല്ലാവരും. ഉണ്ണിമൂന്തനെ അതിൻ്റെ എല്ലാവരും കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞാൽ പിന്നെ സീനാണ് പടം. സീനാണെന്ന് പറഞ്ഞാൽ വൺ സീനാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട രണ്ട് സീന് ഞാൻ പറഞ്ഞുതരാം. രണ്ട് സീനാണ് എനിക്ക് മെയിനായിട്ട് ഇഷ്ടപ്പെട്ടത്. ഒന്ന്, ഇവരെ എല്ലാവരും കൂടി ഒരു റൂമിലിരുന്ന്, ഫസ്റ്റ് ഹാഫിലാണ്, റൂമിലിരുന്ന് വർത്തമാനം പറയുന്ന സീനുണ്ട്. അപ്പോൾ ആള് നൈസായിട്ട് കയറി വന്ന് സിഗാറൊക്കെ വലിച്ച് കയറി വന്ന് ഇങ്ങനെ ഇരുന്ന് ഒരു ഡയലോഗ് ഉണ്ട്, നൈസ് മാസമായിട്ട്. പിന്നെ പള്ളിയിൽ കയറി വർത്തമാനം പറയുന്ന ഒരു സീനുണ്ട്, അത് മാസമാണ്. പക്ഷെ എനിക്ക് അത്ര ഇതായി തോന്നിയില്ല. പിന്നെ രണ്ടാമത് പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഫൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റെയർ കേസ് ഫൈറ്റ് ഉണ്ട്. എൻ്റെ മോനെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്, നല്ല വൃത്തിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും നമ്മളെങ്ങനെ ഇരുന്ന് കണ്ടുപോകും, നല്ല വൃത്തിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ വേറെ സിനിമകളിൽ കണ്ടിട്ടുള്ളതാണ്. അത് ഏത് സിനിമ എന്താ സിനിമ എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ വേറെ ഒറ്റ സിനിമകളായിട്ടും കമ്പയർ ചെയ്യുന്നില്ല. ഇന്ത്യൻ സിനിമയിൽ ഇത്ര ഗംഭീരമായിട്ട് ഫൈറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള സിനിമകൾ ഉണ്ടോ എന്നുള്ളത് ഡൗട്ടാണ്. പിന്നെ ഫുള്ള് എന്താ പറയുക, ഒരു ഡിഫൻഡർ മാത്രമാണ്. ഡിഫൻഡർ സിഗാറും പിന്നെ കോട്ട് ഇട്ടിട്ടൊക്കെ വരുന്ന അങ്ങനെ കുറേ ആറ്റിറ്റ്യൂഡ് പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട് ഇതിൽ. അതും വേറെ സിനിമകളിൽ ഞാൻ കണ്ടു വന്നുള്ളതാണ്. അതുകൊണ്ട് അതും ഞാൻ കമ്പയറിങ് ഒന്നും ചെയ്യുന്നില്ല. ഫൈറ്റൊക്കെ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ബ്രൂട്ടലായിട്ട് കുറേ കാര്യങ്ങൾ ഇതിൽ കാണിച്ചിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കതൊന്നും ബ്രൂട്ടലായിട്ട് തോന്നാത്ത കാര്യങ്ങളാണ്. എനിക്ക് അങ്ങനത്തെ ഒന്ന് കണ്ടു കഴിഞ്ഞ ഒരു പ്രശ്നം, എനിക്ക് അതിനും കൂടുതലും വേണമെന്ന് തോന്നുന്ന ചിന്തയുള്ള ഒരു ആളാണ്. എനിക്കതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല. പക്ഷെ ബാക്കിയുള്ളവർക്ക് ഉൾക്കൊള്ളാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഉൾക്കൊള്ളാതിരിക്കാനൊന്നും തോന്നിയില്ല. എൻ്റെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ കണ്ടിട്ട് എനിക്ക് എക്സൈറ്റ്മെൻ്റ് ആയിട്ടൊന്നും തോന്നിയില്ല. കാരണം ഈ സിനിമയിൽ കണ്ടിട്ടുള്ള ഫൈറ്റുകളും അതിന് കുറച്ച് സീനുകളുണ്ട്. കുളിക്കണ സീനുണ്ട്, അങ്ങനെ ഒരു കുളിക്കണ സീനുണ്ട്. പിന്നെ ഷെയർ കേസ് ഫൈറ്റ് ഉണ്ട്. ഇതിലത്തെ കുറച്ച് അത് ഞാൻ പറയുന്നില്ല, അത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ സ്പോയിലറാവും. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ കണ്ടു മറന്നിട്ടുള്ള സാധനങ്ങളാണ്. അതുകൊണ്ട് ഞാൻ കണ്ട അതേ സെയിം സംഭവം വ്യത്യസ്തമായ രീതിയിൽ, ചിലതൊക്കെ നല്ല രീതിയിൽ അടിപൊളിയായിട്ട് മേക്ക് ചെയ്തിട്ട്, ചിലത് കുഴപ്പമില്ലാത്ത രീതിയിലും അതിനോടൊപ്പം ഉപമിക്കാൻ പറ്റാത്ത രീതിയിലൊക്കെ ചെയ്ത് വെച്ചിട്ട് എനിക്കതിലൊന്നും ഒന്നും പുതുമയായിട്ട് തോന്നിയില്ല. മനസ്സിലായോ?
ബ്രൂട്ടലായിട്ടുള്ള സീനുകളൊക്കെ എടുത്തു വെച്ചിരുന്നത് അടിപൊളിയുണ്ട്, സൂപ്പറായിട്ടുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, എനിക്കതൊന്നും എക്സൈറ്റ്മെന്റ് തോന്നിയില്ല ആണ്. ബട്ട് പൊട്ടപ്പടാന്ന് അല്ല പറയണത്, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നല്ല പറയണത്, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ എക്സൈറ്റ്മെന്റ് ചെയ്യണ ഒരു സംഭവമൊന്നും എനിക്ക് ഈ സിനിമയിൽ നിന്ന് കിട്ടിയിട്ടില്ല. അപ്പോൾ എന്തായാലും എല്ലാവരും പോയി കാണുമെന്നറിയാം. നിങ്ങൾ എന്തായാലും പോയി കണ്ട് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താം. ഞാൻ എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ രേഖപ്പെടുത്തുള്ളൂ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇതിനും നല്ല സിനിമകൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്, അല്ലെങ്കിൽ പ്രതീക്ഷിക്കുകയാണ്. ഇതിന് നല്ല ജോണറുകൾ മാറ്റി വരട്ടെ എന്ന് ആഗ്രഹമുണ്ട്. കാരണം ഇവിടെ മലയാളികൾ കാണാത്തതും ഇഷ്ടപ്പെടാത്തതുമായിട്ടുള്ള കുറച്ച് ജോണറുകളുണ്ട്. അതൊന്നും ആരും ഇവിടെ സിനിമ ചെയ്യില്ല. ഇവിടുത്തെ സിനിമ എന്ന് പറയുമ്പോൾ ഒരു ടൈപ്പിൽ ബിസിനസ്, എല്ലായിടത്തും ബിസിനസ്സാണ്. പക്ഷെ ഇവിടുത്തെ പ്രൊഡ്യൂസർമാർ കൂടുതലും ബിസിനസ് നോക്കിയിട്ടാണ് സിനിമകൾ ചെയ്യുള്ളൂ. ആ ജോണർ വേണ്ട, അതാരും കാണില്ല, അത് കയറില്ല, അങ്ങനത്തെ ഒരു പരിപാടി സിനിമയുടെ ഇൻഡസ്ട്രിയിൽ കിടന്ന് നടക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് പൊളിച്ച് മാറ്റാൻ ഈ സിനിമയ്ക്ക് പറ്റിയെന്നാണ് എൻ്റെ ഒരു ഇതിൽ. ഇനി എത്ര പേര് ചെയ്യുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ പറയാം, എത്ര ജോണർ ചെയ്താലും അതിൻ്റെയൊക്കെ സ്ട്രീമുകൾ ചെയ്ത് കഴിഞ്ഞ് പോയിട്ടുണ്ട്. ഇവിടെ കൊല്ലങ്ങൾക്ക് മുമ്പ് വന്ന് പോയിട്ടുണ്ട്. മലയാളത്തിലല്ല പറയണത്, മൊത്തത്തിലാണ് പറയണത്. അതുകൊണ്ട് നമ്മൾക്കും ഇനി നമ്മൾ എത്ര സ്ട്രീമിൽ ചെയ്താലും ആ പടങ്ങളൊക്കെ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് ഈ പടം കാണുമ്പോൾ യാതൊരു തരത്തിലുള്ള എക്സൈറ്റ്മെന്റോ അല്ലെങ്കിൽ യാതൊരു തരത്തിലുള്ള സാധനം ഒന്നും ഉണ്ടാവില്ല. പൊരി എന്ന് പറയാനുള്ള സാധനം ഒന്നും കിട്ടില്ല. നോർമലായി കാണാം, നോർമലായി വന്നാൽ എനിക്കൊരു നോർമൽ പടം കണ്ട് വീട്ടിലേക്ക് വന്നൊരു ഫീലാണ് തോന്നിയുള്ളൂ. എൻ്റെ അപ്പുറത്തേക്കൊന്നും എനിക്ക് തോന്നിയില്ല. ഞാൻ കുറ്റമായി പറയല്ല, വളരെ നന്നായിട്ട് എല്ലാവരും ഇതിൻ്റെ എല്ലാ സൈഡും എയിമായിട്ട് ചെയ്തിട്ടുണ്ട്. എടുത്തു പറയാനായിട്ട് ഒന്നുമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഓക്കെയാണ്. നെഗറ്റീവാണ് ഞാൻ പറഞ്ഞത്, എടുത്ത് പറയാനായിട്ട് ഒന്നുമില്ലാന്ന്. പിന്നെ മറ്റുള്ളവർ പറയണ പോലെ കിലിപ്പിച്ച് പറഞ്ഞ് റിവ്യൂ ചെയ്യേണ്ട ആവശ്യമൊന്നും നമുക്കില്ല. എനിക്കെന്താണ് തോന്നണത്, എൻ്റെ ഒപ്പീനിയനാണ്. എനിക്കെന്താ തോന്നുന്നത് അതാണ് ഈ റിവ്യൂവിൽ വരുള്ളൂ. എൻ്റെ എല്ലാ വീഡിയോയിലും എങ്ങനെയാണ്. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താം. ഇതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ മറ്റൊരു വീഡിയോ വരുന്നതായിരിക്കും. എല്ലാവർക്കും